വിഷ്ണു സുരേഷ് കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോഴിതാ നാവികരെ മുഴുവനായി തീരത്തേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് വിഷ്ണു? ആ നാവികരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവർ വലിയ സന്തോഷത്തിലാണ്, ആശ്വാസത്തിലാണ്. കാരണം ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെ അവിടെ കടന്നുപോയത്. ആരും രക്ഷിക്കാനില്ലാത്തൊരു ഘട്ടത്തിലാണ് ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും അങ്ങോട്ടേക്ക് എത്തി അവരുടെ സ്വന്തം ജീവൻ പണയം വെച്ച് ഈ നാവികരെ രക്ഷപ്പെടുത്തിയത്. വളരെ വളരെ ഗംഭീരമായൊരു ഓപ്പറേഷൻ അർണവേഷും അതോടൊപ്പം തന്നെ സുജാതയും സക്ഷവും ചേർന്ന് നടത്തിയ വളരെ ക്ലിനിക്കലായ ഒരു ഓപ്പറേഷന്റെ ഭാഗമായാണ് ഈ 24 നാവികരെയും ആ കപ്പലിൽ നിന്ന് രക്ഷിക്കാൻ സാധിച്ചത്. ആ കപ്പലിൻ്റെ ഒരു അവസ്ഥ ഇന്നലെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരുന്നു. ഏകദേശം 28 ഡിഗ്രിയോളം ആ കപ്പല് ചരിഞ്ഞിരുന്നു. അതിൽ നിന്ന് ആളുകളെ രക്ഷപ്പെടുത്താനാകുമോ എന്ന സംശയമൊക്കെ ഉണ്ടായെങ്കിലും വളരെ കൃത്യമായി തന്നെ ഇന്ത്യൻ നേവിയും അതോടൊപ്പം കോസ്റ്റ് ഗാർഡും വളരെ സംയുക്തമായ അവരുടെ കൃത്യമായ ഓപ്പറേഷനിലൂടെ അവർ ഈ 24 പേരെയും പുറത്തെത്തിക്കാനായി. കപ്പൽ രക്ഷിക്കാനുള്ളൊരു ശ്രമവും ഇന്ത്യൻ നേവിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായെങ്കിൽ പോലും പക്ഷേ അതൊരു ഫലം കാണാത്ത രീതിയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അതിന് വെല്ലുവിളിയായത് കാലാവസ്ഥയാണ്. നിലവിൽ ഈ ആളുകളെ രക്ഷിക്കാനായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാവികരെ 24 പേരെയും സുരക്ഷിതമായി എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ 21 പേരെയാണ് ഇപ്പോൾ ഈ അർണവേഷ് എന്ന ICG കപ്പലിൽ ഈ ICG ആസ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി ഇവരെ ഏജന്റുമായി സംസാരിച്ച ശേഷം ഇവരുടെ ഇമിഗ്രേഷൻ നടപടികളൊക്കെ പൂർത്തിയാക്കി, മെഡിക്കലൊക്കെ പൂർത്തിയാക്കി ഇവരെ തിരികെ നാട്ടിലേക്ക് അയക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ 643 കണ്ടെയ്നറുകളിൽ 40 എണ്ണം ഒഴുകിപ്പോയിട്ടുണ്ട്. ബാക്കി കണ്ടെയ്നറുകൾ ഇപ്പോഴും അവിടെ തന്നെ ഈ കപ്പൽ മുങ്ങിയ സ്ഥലത്ത് തന്നെ കിടക്കുകയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ മദർഷിപ്പ് ഈ കമ്പനി അവിടെ നിന്ന് ഒരു സാൽവേഷൻ ഷിപ്പിനെ എത്തിച്ചുകൊണ്ട് ഈ കണ്ടെയ്നറുകൾ അവർ കൊണ്ടുപോകാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. അതല്ല എങ്കിൽ അവർക്ക് വലിയ ഫൈൻ അടക്കം ഉണ്ടാകും. ആ ഒരു പശ്ചാത്തലത്തിൽ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് ലിഫ്റ്റ് ചെയ്യാനുള്ള ശ്രമം വരും ദിവസങ്ങളിൽ ഉണ്ടാകും. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സാണ്. എത്രത്തോളം കണ്ടെയ്നറുകൾ തിരിച്ചെടുക്കാനാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ വന്നിട്ടില്ല. പക്ഷേ എന്നാലും അങ്ങനെ ഒരു പ്രോസസ്സ് അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും. ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും അതിനുവേണ്ടിയുള്ള സഹായങ്ങളൊക്കെ നൽകും. ഈ മറ്റൊരു ആശങ്ക നിലനിൽക്കുന്നത് ഈ ഹസാഡസ് വസ്തുക്കൾ, അതായത് ഹാംഫുൾ വസ്തുക്കൾ, ഹാനികരമായ വസ്തുക്കൾ എന്ന് പറയുന്ന അപകടകരമായ വസ്തുക്കൾ ഏതെങ്കിലും തരത്തിൽ കടലിൽ അലിഞ്ഞു ചേർന്നാൽ അത് മത്സ്യസമ്പത്തിനെ അടക്കം ബാധിക്കുമോ എന്നൊരു ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അത് വിജയം കണ്ടിരിക്കുന്നു. ആ കപ്പലിൽ ഉണ്ടായിരുന്നവരെ കരയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം അവർ പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഘട്ടത്തിൽ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് അവരുടെ പ്രതികരണം അടക്കം ലഭ്യമാകുമോ എന്നുള്ള കാര്യവും പരിശോധിക്കാം.